മലപ്പുറത്ത് 11 മണിവരെ 28.35% പോളിംഗ് ആണ് രേഖപ്പെടുത്തിയത്. വനിതാ വോട്ടർമാരടക്കം പോളിംഗ് ബൂത്തിലേക്ക് എത്തുന്നുണ്ട്. ചെറുകുന്ന് GLP സ്കൂളിൽ നിന്നും ശിവദാസ് കന്മനം തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക് പോകാം. മലബാറിലെ 7 ജില്ലകളിലും ഇപ്പോൾ രാവിലെ മുതൽ തന്നെ പോളിംഗ് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. 7 മണി മുതൽ തന്നെ കൃത്യം പോളിംഗ് രേഖപ്പെടുത്താൻ, അതായത് തങ്ങളുടെ സമ്മതിദാനാവകാശം രേഖപ്പെടുത്താൻ ജനങ്ങൾ പോളിംഗ് ബൂത്തിലേക്ക് എത്തി. പല ഇടങ്ങളിലും രാവിലെ മുതൽ തന്നെ നല്ല ക്യൂ ഉണ്ടായിരുന്നു. രാവിലെ മുതൽ തന്നെ കൂടുതൽ ആളുകൾ ഓരോ പോളിംഗ് സ്റ്റേഷനിലേക്കും ബൂത്തിലേക്കും എത്തുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ജില്ലയിലെ പ്രധാന നേതാക്കളെല്ലാം തന്നെ രാവിലെ തന്നെ വോട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതായത് മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ, PK കുഞ്ഞാലിക്കുട്ടി അടക്കമുള്ളവർ, KPCC വർക്കിംഗ് പ്രസിഡന്റ് AP അനിൽകുമാർ അടക്കമുള്ള പ്രധാന നേതാക്കളെല്ലാം തന്നെ രാവിലെ മുതൽ തന്നെ വോട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇത്തരത്തിൽ എന്തായാലും ശക്തമായൊരു രാഷ്ട്രീയ പോരാട്ടം തന്നെ നടക്കുന്ന ഒരു ജില്ല കൂടിയാണ് മലപ്പുറം ജില്ല. മലപ്പുറം ജില്ലയിൽ ആകെ 36 ലക്ഷത്തിലേറെ വോട്ടർമാരാണ് ഉള്ളത്. അതിൽ തന്നെ ഏറ്റവും കൂടുതൽ സ്ത്രീ വോട്ടർമാരാണ് ഈ ജില്ലയിൽ ഉള്ളത്. 18 ലക്ഷത്തിലേറെ സ്ത്രീ വോട്ടർമാർ ഈ ജില്ലയിൽ ഉണ്ട്. എങ്ങനെയുണ്ടായിരുന്നു രാവിലെ വോട്ട്? എല്ലാ സംവിധാനങ്ങളും ഉണ്ട്. എല്ലാ സൗകര്യത്തിലാണ്, എല്ലാ അറേഞ്ച്മെന്റ് ചെയ്തിട്ടുണ്ട്. കറക്റ്റാണ് കാര്യങ്ങളൊക്കെ. രാഷ്ട്രീയ പോരാട്ടം ശക്തമായിട്ടുള്ള പ്രചാരണമൊക്കെ? അതെ, ഇവിടെ എല്ലാവരും പോരാട്ടം നടക്കുന്നതാണ്. 2 പാർട്ടിയും നല്ല സ്ട്രോങ് ആണ്. സ്വതന്ത്ര സ്ഥാനാർത്ഥി ഉണ്ട് ഞങ്ങൾക്ക്. അങ്ങനെ നല്ലൊരു സ്ട്രോങ് ഇലക്ഷനാണ് നടക്കുന്നത്. അപ്പോൾ എല്ലാവരും വോട്ട് രേഖപ്പെടുത്താനായി എത്തും എന്നുള്ള പ്രതീക്ഷ? ശക്തമായിട്ടുള്ള പോരാട്ടമായിരുന്നു. അതെ, നാട്ടിലുള്ള എല്ലാ ആൾക്കാരും എത്തും എന്നുള്ളൊരു പ്രതീക്ഷ നമുക്കുണ്ട്. ഓക്കെ, രാവിലെ തന്നെ നല്ല കൂടുതൽ ആളുകളെ എല്ലാ സ്ഥലത്തും കാണുന്നുണ്ട്. കണ്ടിട്ടുണ്ട്. അതായിരിക്കും ഉണ്ടാവില്ല, നല്ല രീതിക്കുള്ള ആളുകൾ വന്നിട്ടുണ്ട്. ഇനിയും വരാണ്ട് ഇഷ്ടമുള്ള ആൾക്കാർ തിരക്ക് കഴിഞ്ഞിട്ട് വരാൻ വേണ്ടിയിട്ട് വീട്ടുകാരൊക്കെ നിൽക്കുന്നുണ്ട്. ഫാമിലി, സ്ത്രീകളും ഒക്കെ ഒരു ഉച്ച കഴിഞ്ഞൊക്കെ? അതെ 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 ആ രീതിക്കാണ്. രാഷ്ട്രീയ കാലാവസ്ഥ ഒക്കെ എങ്ങനെയാണ് മൊത്തത്തിൽ? രാഷ്ട്രീയ കാലാവസ്ഥ പെട്ടെന്ന് റിസൾട്ട് 2 ദിവസം കൂടെ വെയിറ്റ് ചെയ്താൽ നമുക്ക് അറിയാൻ പറ്റും ഇതിന്റെ ബാക്കിയുള്ള. അതെ, ശക്തമായിട്ടുള്ള പോരാട്ടം തന്നെ. അതെ 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 ഇവിടെ നല്ലൊരു മത്സരം തന്നെ നമുക്ക് പ്രതീക്ഷിക്കുന്നുണ്ട്. നല്ല രീതിക്കുള്ള ഒരു ഇലക്ഷൻ തന്നെയാണ് നടന്നിട്ടുള്ളത്. അതെ, 2 മുന്നണിക്കും ശക്തമായൊരു പോരാട്ടമാണ് പല ഇടങ്ങളിലും കാഴ്ചവെക്കുന്നത്. അത്തരത്തിൽ ശക്തമായൊരു പ്രചാരണം തന്നെ അതിൻ്റെ ഭാഗമായി ഉണ്ടായിരുന്നു. കൃത്യമായി തന്നെ ഞാനിപ്പോൾ നിൽക്കുന്നത് മലപ്പുറം വെസ്റ്റ് കൂടൂർ വരിക്കോട് AM UP സ്കൂളിലാണ്. ഇവിടെ ശക്തമായ രാഷ്ട്രീയ പോരാട്ടം തന്നെ നടക്കുന്ന ഒരു വാർഡുകളിൽ ഒന്നാണ്. അതുകൊണ്ട് തന്നെ പരമാവധി വോട്ടുകൾ ഉറപ്പിക്കാനുള്ള നെട്ടോട്ടത്തിലായിരുന്നു. അവസാന നിമിഷം വരെ ഓരോ സ്ഥാനാർത്ഥികളും അതോടൊപ്പം തന്നെ നേതൃത്വവും എല്ലാം തന്നെ അതിൻ്റെ കൃത്യമായ അലയൊലികൾ നമുക്ക് ഈ ക്യൂവിൽ തന്നെ നമുക്ക് കാണാൻ കഴിയും. കാരണം പരമാവധി വോട്ടർമാർ ബൂത്തുകളിലേക്ക് എത്തിക്കാനുള്ള ഒരു ശ്രമമാണ് സ്ഥാനാർത്ഥികളും പാർട്ടി നേതാക്കളും എല്ലാം തന്നെ നടത്തുന്നത്. NDAയും അതോടൊപ്പം തന്നെ ഇടത് വലത് മുന്നണികളും എല്ലാം തന്നെ മിക്ക ഇടങ്ങളിലും ശക്തമായ തന്നെ രാഷ്ട്രീയ പ്രചാരണം നടത്തിയിരുന്നു. ഈ ഒരു തെരഞ്ഞെടുപ്പ് പ്രചാരണം നടത്തിയിരുന്നു. കഴിഞ്ഞ 1 മാസത്തോളമായി അതിൻ്റെ കൃത്യമായി ഫലം അറിയിക്കുന്ന, അതായത് വിധി നിർണ്ണയിക്കുന്ന ഒരു ദിവസം കൂടിയാണ് ഇന്ന്. എന്തായാലും വളരെ പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ പോരാട്ടമാണ്. കേരളം ഉറ്റുനോക്കുന്ന രാഷ്ട്രീയ പോരാട്ടം തന്നെയാണ് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ്. കാരണം വളരെ കുറച്ച് മാസങ്ങൾ മാത്രമാണ് ഇനി നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഉള്ളത്. അതുകൊണ്ട് തന്നെ ഈ ഒരു രാഷ്ട്രീയ പോരാട്ടം, ഇതിൻ്റെ റിസൾട്ട്, തെരഞ്ഞെടുപ്പ് ഫലം എന്ന് പറയുന്നത് എല്ലാ മുന്നണികൾക്കും 3 മുന്നണികൾക്കും വളരെ പ്രധാനപ്പെട്ടത് തന്നെയാണ്. കാരണം കേരളത്തിലെ ഭരണം പിടിക്കുക എന്നുള്ള ലക്ഷ്യം വെച്ച് പ്രവർത്തിക്കുന്നു. അതിൻ്റെ തൊട്ട് മുൻപ് വന്ന ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് അത് ഒരു സെമി ഫൈനലാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു സെമി ഫൈനലായിട്ടാണ് വിശേഷിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ഒരു രാഷ്ട്രീയ പോരാട്ടം കേരളത്തിൽ എല്ലായിടത്തും കണ്ടു കഴിഞ്ഞു. നമ്മൾ തെക്കൻ ജില്ലകളിൽ നേരത്തെ തന്നെ 7 ജില്ലകളിലെ വോട്ടെടുപ്പ് കഴിഞ്ഞിരുന്നു. ഇന്ന് വടക്കൻ ജില്ലകളിലെ തൃശ്ശൂർ മുതൽ കാസർഗോഡ് വരെയുള്ള ജില്ലകളിലെ പോളിംഗ് ആണ് ഇന്ന് നടക്കുന്നത്. വോട്ടെടുപ്പാണ് ഇന്ന് നടക്കുന്നത്. രാവിലെ 7 മണിക്ക് തന്നെ കൃത്യം പോളിംഗ് ആരംഭിച്ച് വൈകിട്ട് 6 മണി വരെയാണ്. വൈകിട്ട് 6 മണിയിലും ആ വരിയിൽ നിൽക്കുന്ന ആളുകൾക്ക് കൃത്യമായി ടോക്കൺ നൽകി എല്ലാവർക്കും വോട്ട് ചെയ്യാനുള്ള അവസരം ഒരുക്കി കൊടുക്കുന്നുണ്ട്. അത്തരത്തിൽ കൃത്യമായ സംവിധാനങ്ങൾ ഏർപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഓരോ ഇടങ്ങളിലും ഓരോ ബൂത്തുകളിലും കൃത്യമായി ക്രമീകരിച്ചുകൊണ്ട് തന്നെയാണ് വോട്ടിംഗ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. രാവിലെ 11 മണിയോടുകൂടി തന്നെ ഇപ്പോൾ മലപ്പുറം ജില്ലയിൽ ഏകദേശം 20% പോളിംഗ് രേഖപ്പെടുത്തി കഴിഞ്ഞിട്ടുണ്ട്. അത്രത്തോളം രാവിലെ മുതൽ തന്നെ കൂടുതൽ ആളുകൾ പോളിംഗ് രേഖപ്പെടുത്താൻ, തങ്ങളുടെ സമ്മതിദാനാവകാശം വിനിയോഗിക്കാൻ ബൂത്തുകളിൽ എത്തുന്ന കാഴ്ച നമ്മൾ കാണുന്നുണ്ട്.
നിലവിൽ മറ്റ് എവിടെയും കാര്യമായ പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ല. ചില ഇടങ്ങളിൽ വോട്ടിംഗ് മെഷീനുകൾ പണിമുടക്കിയിരുന്നു. പിന്നീട് അല്പസമയത്തിനകം തന്നെ അതെല്ലാം തന്നെ പരിഹരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ചില സ്ഥലത്ത് വേങ്ങരയിൽ ഒരു ബൂത്തിൽ ഏകദേശം 2.5 മണിക്കൂറോളം പോളിംഗ് തടസ്സപ്പെട്ടു. മോക്ക് പോളിംഗ് കഴിഞ്ഞു. വെറും 6 വോട്ട് മാത്രമായിരുന്നു അവിടെ രേഖപ്പെടുത്തിയത്. പിന്നീട് അവിടുത്തെ വോട്ടിംഗ് മെഷീൻ തകരാറിലായി. 2.5 മണിക്കൂറിന് ശേഷമാണ് അത് പരിഹരിക്കാൻ കഴിഞ്ഞത്. മറ്റ് ചില ഇടങ്ങളിലെല്ലാം തന്നെ ഇത്തരത്തിൽ യന്ത്ര തകരാറുകൾ ഉണ്ടായിരുന്നുവെങ്കിൽ പോലും അത് പെട്ടെന്ന് തന്നെ പരിഹരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. എന്തായാലും നിലവിൽ ഇതുവരെ ശാന്തമായ രീതിയിൽ തന്നെയാണ് പോളിംഗ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. മലപ്പുറം ജില്ലയിൽ 94 ഗ്രാമപഞ്ചായത്തുകളാണ് ഉള്ളത്. ആകെ മൊത്തം 122 തദ്ദേശ സ്ഥാപനങ്ങളിലേക്കാണ് തിരഞ്ഞെടുപ്പ് നടക്കുന്നത്. 15 ബ്ലോക്ക് പഞ്ചായത്തുകളുണ്ട്, 12 മുനിസിപ്പാലിറ്റികൾ ഉണ്ട്. അതോടൊപ്പം തന്നെ 36 ലക്ഷത്തിലേറെ വോട്ടർമാർ ഈ ജില്ലയിൽ വോട്ട് ചെയ്യാനായി ഉണ്ട്. ഏറ്റവും കൂടുതൽ സ്ത്രീ വോട്ടർമാരാണ് ഉള്ളത്. 277 പ്രശ്നബാധിത ബൂത്തുകൾ ഉണ്ട്. ഇവിടങ്ങളിലെല്ലാം തന്നെ അതീവ സുരക്ഷ ഏർപ്പെടുത്തിയിട്ടുണ്ട്. 18 ഹൈപ്പർ സെൻസിറ്റീവ് ഏരിയ ഉണ്ട്, അതായത് അതീവ പ്രശ്നബാധിത ബൂത്തുകൾ ഉണ്ട്. മാവോയിസ്റ്റ് സാന്നിധ്യമുള്ള മേഖലയിലും അതോടൊപ്പം തന്നെ ചില തീരദേശ മേഖലയിലുമാണ് ഇത്തരത്തിൽ അതീവ പ്രശ്നബാധിത ബൂത്തുകൾ ഉള്ളത്. ഇവിടെ കേന്ദ്ര സേനയുടെ അടക്കം സഹായം ഉണ്ട്, അവരുടെ അടക്കം സുരക്ഷ ഉണ്ട്. പോലീസ് സേനയുടെയും ഏകദേശം 5000-ഓളം വരുന്ന പോലീസ് ഉദ്യോഗസ്ഥരുടെ സേവനം ഇവിടെ ഈ മലപ്പുറം ജില്ലയിൽ ഉണ്ട്. ഇങ്ങനെ കൃത്യമായി പഴുതുകൾ അടച്ച ഒരു സുരക്ഷാ സംവിധാനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. എന്തായാലും ഇതുവരെ നിലവിൽ സമാധാനപരമായി തന്നെയാണ് പോളിംഗ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്.